സുരേഷ് ഗോപിയെ കാണാനില്ല എന്നും പറഞ്ഞ് ഒരു പള്ളിയിലച്ചൻ മുന്നോട്ട് വരുന്നു. അതിനോടനുബന്ധിച്ച് ഉളുപ്പില്ലാതെ ഒരു KSU നേതാവ് എന്ന് പോലീസിൽ പരാതി കൊടുക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ ശിവൻകുട്ടി അണ്ണനും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. എന്റെ പള്ളിയിലച്ചോ, അദ്ദേഹം എവിടെയാണെന്ന് അറിയോ? ഇത്രയും കാലം നിങ്ങൾ കിടന്ന് കരഞ്ഞില്ലേ മണിപ്പൂര് മണിപ്പൂർ എന്നും പറഞ്ഞ്. അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്രമന്ത്രിയായിട്ട് ചെന്നതാണ്. ഇനി KSU നേതാവേ, ഈ ഒരു ചോദ്യം ചോദിച്ച് നിന്റെ നിലവാരത്തിലേക്ക് താഴണമെന്ന് വിചാരിച്ചത് കൊണ്ടല്ല, പക്ഷെ നീ കേസ് കൊടുത്ത സ്ഥിതിക്ക് ഇതാണ് ഇതിനുള്ള മറുപടി. വയനാട്ടുകാരെ മൊത്തം പറ്റിച്ച് ഇലക്ഷന് ജയിച്ച് അവിടുന്ന് രാജ്യം വെച്ച് പോയിട്ട് പുള്ളിയുടെ പെങ്ങളെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചിട്ട് ഇപ്പൊ എത്ര വട്ടം ആ പെങ്ങൾ അവിടെ കാല് കുത്തിയിട്ടുണ്ട് എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. പ്രിയങ്ക ഗണ്ഡിയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇനി ശിവൻകുട്ടി അണ്ണനോട് എന്ത് പറയാനാണ്? അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ മുഖവിലയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഒരു മ്ലേച്ഛമായിട്ടുള്ള പരിപാടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അണ്ണന് മറുപടി ഒന്നുമില്ല. അതല്ല, ഇപ്പൊ കാണാനില്ല എന്ന കരച്ചിൽ കഴിഞ്ഞ് ഇപ്പൊ കള്ളവോട്ട് എന്ന കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. സത്യം പറയാലോ, ആ കൊങ്ങികളും കമ്മികളും അദ്ദേഹം അവിടെ ജയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ജയിച്ച അന്ന് തൊട്ട് തുടങ്ങിയ കരച്ചിലാണ്, ഇതുവരെ തീർന്നിട്ടില്ല. ആദ്യം ഇവർ പറഞ്ഞു സുരേഷ് ഗോപി ഫാമിലി ആയിട്ട് വോട്ട് ചേർത്തു, 11 പേരുടെ വോട്ട് ചേർത്തു എന്നൊക്കെ. അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നു. അവർ 5 കൊല്ലത്തോളമായി അവിടെ താമസിക്കുന്നുവെന്നും വോട്ടർ ലിസ്റ്റിൽ നിയമപരമായാണ് പേര് ചേർത്തതെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേനും അത് വിട്ടു. ഇപ്പൊ ഏതോ ഒരു വീട്ടമ്മയുടെ പ്രസ്താവന പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അവിടെ എത്ര 6 വോട്ട് എന്തോ ആണ്. അപ്പൊ ഇവർ ഈ പറയുന്നത് 11ഉം 6ഉം 17 വോട്ടാണ് ഇതുവരെ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വോട്ടുകൾ കൊണ്ടൊക്കെയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചതെന്നാണ് ഇപ്പോൾ ഉള്ള കരച്ചില്. അതിലിപ്പോ കരച്ചിൽ അടക്കാൻ പറ്റാത്ത നമ്മുടെ സുനിലേട്ടനാണ്. സുനിലേട്ടൻ ഇതുവരെ ആ തോൽവി അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല, പാവം. വേറൊരു സംശയം, കേരളത്തിൽ തൃശ്ശൂർ മാത്രമേ ഇലക്ഷൻ നടന്നുള്ളൂ, വേറെ മണ്ഡലത്തെ പറ്റിയൊന്നും ആരും ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. 1-2 വോട്ടിന് വല്ലതും ആണോ അദ്ദേഹം ജയിച്ചത്? 70,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയല്ലേ ജയിച്ചത്. ഈ 70,000 വോട്ടും കള്ള വോട്ടാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് തെളിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ അടിവസ്ത്രം വരെ ഞാൻ അലക്കിത്തരാം. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറാണോ? അല്ലെങ്കിൽ എന്റെ ഒരു 5-6 അടിവസ്ത്രം ഞാൻ അലക്കാതെ ഇട്ടേക്കാം, ആ വെല്ലുവിളിക്കുന്നതിന് വന്ന് അലക്കിത്തരാൻ. ഉളുപ്പുണ്ടോടാ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കിടന്ന് കരയാൻ? എങ്ങനെ കരയാതെ ഇരിക്കുമല്ലേ? ജയിക്കില്ല എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് അമ്മാതിരി വായിലടിച്ചല്ലേ നിങ്ങൾക്കൊക്കെ തന്നത്. പിന്നെ നിങ്ങൾ എങ്ങനെ കരയാതിരിക്കും? അതും സത്യം.